ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിങ്ങിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ നോർമൽ ലോസ് എന്താണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിനുശേഷം അബ്നോർമൽ ലോസ് എന്താണെന്നും അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് അബ്നോർമൽ ലോസ് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് വന്നാൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അബ്നോർമൽ ലോസ് എന്താണെന്ന് ഒന്നുകൂടി പറയാം, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒന്നുകൂടി പറയാം. നോർമൽ ലോസ് എന്ന് പറയുന്നത് ബൈ പ്രാക്ടീസ് എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിനെ സംബന്ധിച്ച് നോർമൽ ലോസ് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അത് എന്താണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രാക്ടീസ് വെച്ചിട്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവർ അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിരിക്കാം. ഇൻപുട്ടിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് ഇൻപുട്ട് വരുന്നതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, അതിന് നമുക്ക് എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഒരു പെൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. പെൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ അവർ ഒരു മെഷീനറിയിൽ അറ്റ് എ ടൈം ഒരു 1000 പെന്നുകളാണ് ഉണ്ടാക്കുന്നത്. 1000 പേനയാണ് ഒരു യൂണിറ്റിൽ ഒരു സമയം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 10% അല്ലെങ്കിൽ 5% ലോസ് വരാനുള്ള, നോർമൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 1000 പേനയുടെ 10% എന്ന് പറഞ്ഞാൽ 100 പേന, 5% എന്ന് പറഞ്ഞാൽ 50 പേന. അപ്പോൾ 50 പേന 5% നോർമൽ ലോസ് കണക്കാക്കുന്നു. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുകയും അതിൽ ഡെബിറ്റ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളും, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അടക്കം, നമുക്കറിയാലോ പ്രോസസ് അക്കൗണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ യൂണിറ്റ് കോളും എമൗണ്ട് കോളും ഉണ്ട്. അപ്പോൾ യൂണിറ്റ് കോളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റുകളും എമൗണ്ട് കോളത്തിലെ എമൗണ്ടുകളും എല്ലാ എക്സ്പെൻസുകളും നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ക്രെഡിറ്റ് സൈഡിൽ ആദ്യം ചെയ്യുന്നത് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബൈ നോർമൽ ലോസ് 5% എന്ന് പറയുമ്പോൾ 50 യൂണിറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്തൊരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ സ്ക്രാപ്പ് വാല്യൂ. ഇപ്പോൾ പേന കേടുവന്ന പേനയ്ക്ക് പ്ലാസ്റ്റിക്കിൻ്റെ വില കിട്ടും 2 രൂപ, അല്ലെങ്കിൽ 2 രൂപയില്ല, ഒരു 25 പൈസ അല്ലെങ്കിൽ 50 പൈസ വെച്ചൊരു പേനയ്ക്ക് കിട്ടും. അപ്പോൾ 50 യൂണിറ്റിനെ 50 പൈസ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അത് എത്രയാണെങ്കിൽ അതവിടെ എമൗണ്ട് കോളത്തിൽ എഴുതാം. മനസ്സിലായല്ലോ? ബാലൻസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബാലൻസ് ഉള്ള 950 യൂണിറ്റ് നമ്മുടെ ഔട്ട്പുട്ടാണ്. ബാലൻസ് ഔട്ട്പുട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 950 യൂണിറ്റ് നമ്മുടെ പ്രൊഡക്ഷനാണ്, ഔട്ട്പുട്ടാണ്. അതേസമയം നമ്മളോട് ഔട്ട്പുട്ട് പറഞ്ഞിട്ടുള്ളത് 900 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഔട്ട്പുട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 900 യൂണിറ്റ്സ് ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വന്നു. അവിടെ യൂണിറ്റ് കോളം ബാലൻസ് ചെയ്താൽ 1000 വെച്ച് ബാലൻസ് ചെയ്താൽ 900 യൂണിറ്റാണ് ഔട്ട്പുട്ട്, നോർമൽ ലോസ് 50 യൂണിറ്റാണ്. ദെൻ ദർ ഈസ് എൻ അഡീഷണൽ ലോസ് ഓഫ് എത്രയാണ്? 50 യൂണിറ്റ്സ്, അല്ലേ? അവിടെ ഒരു അഡീഷണൽ ലോസ് വരുന്ന 50 യൂണിറ്റിൻ്റെ. ആ 50 യൂണിറ്റ് അഡീഷണൽ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ എന്താണ്, ദ ലോസ് എക്സസ് ഓഫ് നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് എന്താണ്? അബ്നോർമൽ ലോസ്. അപ്പം അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ലോസ് നോർമൽ ലോസ് സംഭവിക്കുകയും അതിനേക്കാൾ കൂടുതൽ അഡീഷണലായിട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ ഓവറായിട്ട് വരുന്ന ലോസിനെയാണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂണിറ്റ് കോളം വാല്യൂ ബാലൻസ് ചെയ്താൽ കിട്ടും. രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാലാണ് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അബ്നോർമൽ ലോസിൻ്റെ വാല്യൂവും ഔട്ട്പുട്ടിൻ്റെ വാല്യൂവും സെയിം ആയിരിക്കും, യാതൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം നല്ല യൂണിറ്റ് എങ്ങനെയാണോ വാല്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് യൂണിറ്റ് വാല്യൂ ചെയ്യണമെന്ന് മാത്രമല്ല, ആ അബ്നോർമൽ ലോസ് യൂണിറ്റ് എവിടേക്ക് മാറ്റണം? ആ ലോസ് എവിടേക്ക് മാറ്റണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതല്ലാതെ നോർമൽ ലോസിൻ്റെ പോലെ അത് ഷെയർ ചെയ്ത് പോകുന്ന ഒരു ലോസ് അല്ല. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന ലോസ് എന്ന് പറയുന്നത് അത് പുവർ വർക്ക്മാൻഷിപ്പോ പുവർ റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി കുറവായിട്ടൊക്കെ ആയിരിക്കാം.
പല കാരണങ്ങളുണ്ടാവാം അബ്നോർമൽ ലോസ് വരുന്നതിന്. എന്തോ കാരണങ്ങളായിക്കോട്ടെ, ആ നോർമൽ ലോസ് എന്തായിട്ട് കണക്കാക്കണം? അബ്നോർമൽ ലോസ് അബ്നോർമലി ഉള്ള ലോസായിട്ട് കണക്കാക്കുകയും അതിൻ്റെ വാല്യൂ കാണുകയും ആ വാല്യൂ എവിടേക്ക് മാറ്റുകയും വേണം? കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഇവിടെ ഇപ്പോൾ നമുക്ക് പ്രോസസ് അക്കൗണ്ടിൽ സാധാരണ P&L അക്കൗണ്ടിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യില്ല. അത് അബ്നോർമൽ ലോസ് ആണെന്ന് മനസ്സിലാക്കുക, അത് അവിടെ എഴുതി വയ്ക്കുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ വാല്യൂ കാണണം. വാല്യൂ കണ്ടാലാണ് നമുക്ക് ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കാണും. അപ്പോൾ വാല്യൂ കാണാൻ വളരെ ഈസിയാണ്. വാല്യൂ കാണുന്ന ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയാം. വാല്യൂ കാണുന്നതിന് പ്രോസസ് കോസ്റ്റ് മൈനസ്. അപ്പോൾ പ്രോസസ് കോസ്റ്റ് നമുക്ക് അറിയില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യുക. അല്ല, ടോട്ടൽ എക്സ്പെൻസസിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് കോസ്റ്റ് മൈനസ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്താണ് ഇൻകം? സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് നമ്മുടെ ഇൻകമാണ് അല്ലേ? അപ്പോൾ സ്ക്രാപ്പ് വാല്യൂവിൻ്റെ, നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുക, ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. നേരത്തെ പെൻ ഉണ്ടാക്കുന്ന കമ്പനിയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1000 മൈനസ് 50, ദാറ്റ് ഈസ് നോർമൽ യൂണിറ്റ്സ് എത്രയാണ്? 950. അപ്പോൾ പ്രോസസ് കോസ്റ്റിൽ നിന്ന് നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് വാല്യൂ കുറയ്ക്കുകയും അതിനെ ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസിൻ്റെ യൂണിറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുള്ള യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ, ഒരു യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. ഇൻറ്റു അബ്നോർമൽ ലോസ് 50 യൂണിറ്റ് ആയതുകൊണ്ട് ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ 50 യൂണിറ്റിൻ്റെ വാല്യൂ കിട്ടും. അതവിടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഔട്ട്പുട്ടിൻ്റെ, ആ പ്രോസസ്സിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് ഇന്ന് ഈ അബ്നോർമൽ ലോസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 333 ഇല്ലസ്ട്രേഷൻ 3 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരായിരിക്കാം പല കുട്ടികളും. അപ്പോൾ നമുക്ക് സ്ലൈഡിൽ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അത് പ്രോബ്ലം ചെയ്യുന്നവർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ പ്രോബ്ലം ചെയ്യണം എല്ലാവരും തന്നെ. പ്രോബ്ലം ആൻസർ എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാം. 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് to process 1 at ₹20 per unit. Full stop. Direct labor and other expenses were ₹5,000 and ₹3,000 respectively. Full stop. It is estimated that 10% of the units introduced to the process are normally lost, which has a scrap value of ₹10 per unit. The actual output of the process was 850 units to be transferred to process 2. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കുട്ടികൾ ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ, ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ, നോർമൽ ലോസ് തന്നിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇനി താഴെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട് കേട്ടോ. ഇത്രയാണ് ക്വസ്റ്റ്യനുള്ളൂ. നമുക്കിവിടെ പ്രോസസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, അബ്നോർമൽ ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അബ്നോർമൽ പ്രോസസ് ലോസ് അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് പ്രധാനമായിട്ടും പഠിക്കാനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പ്രോസസ് 1 ചെയ്യാം. നമുക്ക് ആദ്യം എക്സ്പെൻസസ് ഒക്കെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം 1000 യൂണിറ്റ് റോ മെറ്റീരിയൽസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 20 രൂപയാണ്. അപ്പോൾ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യാം ടു റോ മെറ്റീരിയൽസ്. യൂണിറ്റ്സിലെ 1000 യൂണിറ്റാണ്. 20 രൂപ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എമൗണ്ട് കോളം 20,000 യൂണിറ്റായി. ഇനി അടുത്ത എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യുക, വേറൊന്നും ഇതിൽ ശ്രദ്ധിക്കേണ്ടതില്ല. ഇതിൽ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്ന 5,000ഉം അതർ എക്സ്പെൻസസ് 3,000ഉമാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നു 5,000. ഇനി യൂണിറ്റ്സിലൊന്നും എഴുതേണ്ട കാര്യമില്ല. 5,000
അതർ എക്സ്പെൻസ് 3000. ഇത്ര എഴുതി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബൈ നോർമൽ ലോസ് നോർമൽ ലോസ് മിക്കവാറും അല്ലെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ചിലപ്പോൾ യൂണിറ്റ്സ് തരാറുണ്ട്. ഇവിടെ 10% ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിവിടെ അറിയാൻ വേണ്ടിയിട്ട് എഴുതാം 1000-ൻ്റെ 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 യൂണിറ്റ്. ഇനി അടുത്തത് നോക്കേണ്ടത് ഇതിൽ സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കുക. സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട് 10 രൂപയാണ് അല്ലേ. അപ്പോൾ 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1000 രൂപ. 1000 രൂപ സ്ക്രാപ്പ് വാല്യൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ടോ നോക്കുക. ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് എത്രയാണ്? 850 യൂണിറ്റ്സ് ആണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം താഴേക്ക് ഇറക്കി എഴുതുക. പ്രോസസ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ 850 എഴുതുക. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ ട്രാൻസ്ഫർ എന്നൊക്കെ എഴുതാട്ടോ, ട്രാൻസ്ഫർ. അതുപോലെ തന്നെ റേറ്റ് എഴുതി വെക്കണം. ഇവിടെ റേറ്റ് പെർ യൂണിറ്റ് റേറ്റ് ഇവിടെ എഴുതി വെക്കണം. അങ്ങനെയാണ് 850 എഴുതി. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? 2 സൈഡും ഈക്വലായിട്ട് വരയ്ക്കാം. എല്ലാം എഴുതി കഴിഞ്ഞു, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസൊക്കെ എഴുതി കഴിഞ്ഞു. അപ്പോൾ 2 സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. ടോട്ടൽ ചെയ്യാൻ വേണ്ടി ഡബിൾ ലൈൻ ചെയ്യുക. എന്നിട്ട് യൂണിറ്റ് കോളം ആദ്യം ബാലൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്ന് കമ്പയർ ചെയ്തറിയാം. ഇവിടെ 1000 യൂണിറ്റ്സ് ഉണ്ട്, ഇവിടെ 1000 യൂണിറ്റ്സ് ഇവിടെ എഴുതുക. ഇവിടെ 850 + 100 950 യൂണിറ്റ്സേ ഉള്ളൂ. അപ്പോൾ 1000-ൽ നിന്ന് നോക്കുകയാണെങ്കിൽ 50 യൂണിറ്റ് കുറവാണ്. ഈ അഡീഷണൽ ലോസിനെയാണ്, അല്ലെങ്കിൽ ഈ അഡീഷണൽ കുറവിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ ലോസ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഉള്ള യൂണിറ്റ് ഇവിടെ എഴുതി വയ്ക്കുക, 50 യൂണിറ്റ്സ്. ഈ 50 യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്നോർമൽ ലോസ് യൂണിറ്റ്സ്, 50 യൂണിറ്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ കാണണം, എന്നിട്ടാണ് ഇനി ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വാല്യൂ കാണുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് റഫായിട്ട് ബാലൻസ് ചെയ്തിട്ടാണ് കാണേണ്ടത്. എങ്കിലും നമുക്ക് വേറെ ഇവിടെ അബ്നോർമൽ ഗെയിനൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പ്രോസസ് കോസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പ്രോസസ് അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് അബ്നോർമൽ. ഞാൻ പിന്നെ മാറ്റിയാൽ നമുക്ക് വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇവിടെ എഴുതുകയാണ്. വാല്യൂ ഓഫ് ഇത് കുട്ടികൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യേണ്ടതാണ്. വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഹോൾ ഡിവൈഡഡ് ബൈ ഇൻപുട്ട്. നോർമൽ യൂണിറ്റ്സ് എന്നാണ് എഴുതുക, ഞാനത് വിശദീകരിച്ച് എഴുതാണ്. ഇൻപുട്ട് യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് ഹോൾ ഇൻറ്റു അബ്നോർമൽ ലോസ് യൂണിറ്റ്സ്. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ പെർ യൂണിറ്റ് വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രോസസ് കോസ്റ്റ് എങ്ങനെയാണ് കാണുക? 20, 5, 25, 3, 28, 28,000. അതായത് ഡെബിറ്റുള്ള എല്ലാ ഐറ്റംസും ആഡ് ചെയ്യുക. 28,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാണ്? 1000 ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് എന്നാണ് കുട്ടികളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഈ നോർമൽ ഔട്ട്പുട്ട് കിട്ടുക എന്ന് കൂടി കണ്ടോ. 1000 മൈനസ് 1000 ആണ് ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് ഹോൾ ഇൻറ്റു എത്ര യൂണിറ്റ് അബ്നോർമൽ ലോസ്? 50 യൂണിറ്റ്. അപ്പോൾ 28 1000 പോയാൽ 27,000 ഡിവൈഡ് ബൈ 1000 100 പോയാൽ എത്രയാണ്? 900 ഹോൾ ഇൻറ്റു 50. അപ്പോൾ ഇതിന് ആൻസർ കിട്ടിയാൽ അതാണ് പെർ യൂണിറ്റ് വാല്യൂ. മനസ്സിലായോ? പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1000 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 1500 വരും. ഈസിക്കൽ ടു ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 1500. ഇത് കുട്ടികൾ, ഞാനിപ്പോൾ ഇത് മായ്ക്കും, കുട്ടികൾ ഇത് വർക്കിംഗ് നോട്ടിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പ്രോസസ് കോസ്റ്റ്
പ്രോസസ് കോസ്റ്റ് എങ്ങനെ കിട്ടുക? ഇതിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യാം. മൈനസ് പ്രോസസ് കോസ്റ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എന്തെങ്കിലും ഇൻകംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. ഇൻകം ഏതാണ്? സ്ക്രാപ്പ് ഇൻകമാണ്. നോർമൽ ലോസിൻ്റെ സ്ക്രാപ്പ് ഇൻകമാണ് 1000 രൂപ, അത് കുറയ്ക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ നമ്മുടെ ഇൻപുട്ട് എത്രയാണ്? 1000 മൈനസ് നോർമൽ ലോസിൻ്റെ യൂണിറ്റ്സ് കുറയ്ക്കുക. ഹോൾ ഇൻറ്റു അബ്നോർമൽ ലോസിൻ്റെ എന്താണ്? യൂണിറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 27,000 ഡിവൈഡ് ബൈ 900 ഹോൾ ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 1500. ഇതാണ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ. അതെന്ത് ചെയ്യുക? ആ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ഇവിടെ എഴുതുക 1500. ഇനി ബാലൻസ് ചെയ്താൽ എന്തിൻ്റെ വാല്യൂ കിട്ടും? ഇവിടെ ഒരു വാല്യൂ അല്ല മിസ്സിംഗ് ആയിട്ടുള്ളൂ. ആ വാല്യൂ നമുക്ക് ബാലൻസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യുക 28,000. അതന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക 28,000. ഇനി ബാലൻസ് ചെയ്യുമ്പോൾ വാല്യൂ കിട്ടുന്നത് അബ്നോർമൽ ലോസ് വെച്ച് അല്ലെങ്കിൽ അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ അടക്കം കൂട്ടി 1000 പ്ലസ് 1500 കൂട്ടി കുറയ്ക്കുമ്പോൾ 25,500 കിട്ടും. 25,500. മനസ്സിലായോ? ഇതിനെ എന്ത് ചെയ്യുക? ഈ 25,500നെ 850 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ 30 പെർ യൂണിറ്റ്. 30 രൂപയാണ്. 25,500നെ 850 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 രൂപയാണ് ഒരു യൂണിറ്റിന് വരിക. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എഴുതുക. അപ്പോൾ ഇതിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് കാണുന്ന ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടു എന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് അത് മാറ്റി എഴുതുന്ന സമയത്ത് വർക്കിംഗ് നോട്ടായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുക. അത് പ്രൊവൈഡ് ചെയ്യാണ്ട് എഴുതാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് പ്രോസസ് 1 അക്കൗണ്ട് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. എങ്ങനെയാണ് അബ്നോർമൽ ലോസ് കാണേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വാല്യൂ കാണുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ കുട്ടികൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അബ്നോർമൽ ലോസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടാണ് പെട്ടെന്ന് കുട്ടികൾക്ക് തെറ്റ് വരാവുന്നൊരു കാര്യം. അപ്പോൾ ആദ്യം നോർമൽ ലോസ് അക്കൗണ്ട് ഉണ്ട്. അത് നമുക്ക് വരയ്ക്കാൻ നേരത്തെ വരച്ചിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയാണ് നോർമൽ ലോസ് വരുന്നത്, അബ്നോർമൽ ലോസ് അവിടെയാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിലായിരിക്കും പോസ്റ്റിംഗ് വരിക. അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ജേണൽ എൻട്രി പറഞ്ഞു നോക്കാം. ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ? നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് അല്ലേ? അപ്പോൾ നോർമൽ ലോസിൽ എന്ത് വരും? ടു പ്രോസസ് 1 അക്കൗണ്ട്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും? ടു. ചില കുട്ടികൾക്ക് ഇത് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ +1 പഠിച്ചിട്ടുള്ള പോലെയുള്ള ജേണൽ എൻട്രി പറഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. എന്താ? പ്രോസസ് 1ലേക്ക് 1ൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന 100 യൂണിറ്റ് 1000 രൂപ. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സ്ക്രാപ്പ് വിൽക്കുന്നു ബൈ ക്യാഷ്. ഒരു വേറെ നമുക്കൊന്നും അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും പഠിക്കാനില്ല. 1000. ഇത് ബാലൻസ് ചെയ്ത് പോയി, ഒന്നും ബാലൻസ് ഇല്ല. 2 സൈഡ് ഈക്വലാണ്. 100 യൂണിറ്റ് 1000, 100 യൂണിറ്റ് 1000. കഴിഞ്ഞു. അടുത്ത അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് ഇതുപോലെ തന്നെയാണ്, അതിൽ മാറ്റമില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ ജേണൽ എൻട്രി പറഞ്ഞു നോക്കിയാൽ മതി. അല്ലെങ്കിൽ കുട്ടികൾക്ക് ആലോചിച്ച് അറിയാവുന്നതാണ്. 2 സൈഡിലാണ് പോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ടു പ്രോസസ് 1 അക്കൗണ്ട്. ടു പ്രോസസ് 1 അക്കൗണ്ട്. അവിടെ വരുന്നത് 50 യൂണിറ്റ്. അതിൻ്റെ വില കൂടി. കാരണം എന്താ? ഇത് ഗുഡ് വാല്യൂവിലാണ്, ഗുഡ് യൂണിറ്റ്സിൻ്റെ വാല്യൂവിലാണ് ഇതിനെ മെഷർ ചെയ്യുന്നത്. കണ്ടോ? ഇവിടെ അടുത്ത 850 യൂണിറ്റിൻ്റെ വാല്യൂ ചെയ്തിട്ടുള്ള 30 രൂപയ്ക്കാണ്. സെയിം റേറ്റിനാണ് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ ഉള്ളത്. ഇനിയാണ് അടുത്ത കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ കേട് വന്നിട്ടുള്ള നോർമൽ ലോസ് പോലെ തന്നെ അബ്നോർമൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? വിൽക്കാൻ സാധിക്കും. മനസ്സിലായല്ലോ? അതായത് സ്ക്രാപ്പ് വാല്യൂ ഇതിനും കിട്ടും. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളതാണ് റിയൽ ലോസ്. അപ്പോൾ ബൈ ക്യാഷ് ബ്രാക്കറ്റിൽ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട് ബൈ സ്ക്രാപ്പ്. ബൈ ക്യാഷ് ബ്രാക്കറ്റിൽ സ്ക്രാപ്പ്. ഇവിടെ എങ്ങനെയാണ്? അറ്റ് ദ റേറ്റ് ഓഫ് 10 പെർ യൂണിറ്റ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 50 യൂണിറ്റ് നമ്മൾ സ്ക്രാപ്പിന് വിറ്റപ്പോൾ 500 രൂപ നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പോൾ പ്രോസസ് 1 അക്കൗണ്ടിൽ നിന്ന് അബ്നോർമൽ ലോസ് മുഴുവനായിട്ടും നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് എഴുതി പ്രോസസ് 1 അക്കൗണ്ട് പേരിൽ ട്രാൻസ്ഫർ ചെയ്തു. 50 യൂണിറ്റ്സ് 1500 ആണ്.
ടോട്ടൽ എമൗണ്ട്. ബൈ സൈഡിൽ അതെന്ത് ചെയ്തു, 50 യൂണിറ്റ് നമ്മൾ വിറ്റു, സ്ക്രാപ്പ് വാല്യൂവിൽ വിറ്റു. അപ്പോൾ നമുക്ക് 500 രൂപ കിട്ടി. അപ്പോൾ മനസ്സിലായി 1000 രൂപ എന്താണ് നമുക്ക് റിയൽ ലോസ് ആണ്. അതെവിടേക്ക് മാറ്റുക, ബാലൻസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ആദ്യം എന്ത് ചെയ്യുക, രണ്ട് സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക, ഡബിൾ ലൈൻ ചെയ്യുക, എന്നിട്ട് 50, 1500, 50, 1500 ബാലൻസിങ് ഫിഗർ ഇവിടെ വരുന്നു. ആ ബാലൻസിങ് ഫിഗറിന് നമുക്ക് എന്ത് ചെയ്യാം, ബൈ കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മിക്കവാറും SAക്കൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. SAക്ക് ചോദിക്കുമ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട അക്കൗണ്ടുകളാണ് നോർമൽ ലോസ് എങ്ങനെ വരയ്ക്കാം, അബ്നോർമൽ ലോസ് എങ്ങനെ വരയ്ക്കാം, പ്രോസസ് അക്കൗണ്ട് എങ്ങനെ വരയ്ക്കാം, അതിലെ ലോസ് അബ്നോർമൽ ലോസ് ആണോ അബ്നോർമൽ ഗെയിൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഇതാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ പ്രോസസ് ലോസ് കണ്ടത്, അബ്നോർമൽ ലോസ് കണ്ടത്, വാല്യൂ കാണുന്ന കാര്യം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് അബ്നോർമൽ ഗെയിൻ ആണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ പ്രോസസ്സ് വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പ്രാക്ടിക്കലായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ 880 ആണ് നമ്മുടെ ഔട്ട്പുട്ട് തന്നിട്ടുള്ളത്. യൂണിറ്റ് കോളം മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ. ഇവിടെ നമുക്ക് എന്ത് തരും, 950 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 850ക്ക് പകരം 950 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഇതല്ല, ഇവിടെ എല്ലാം ആഡ് ചെയ്യേണ്ട. ആദ്യം കൂടുതലുള്ള സൈഡാണല്ലോ കൂട്ടുക, അങ്ങനെയാണല്ലോ ബാലൻസിങ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 950 100 1050 വരും, 1050. അപ്പോൾ ഇവിടെ 1050 അല്ലേ. അപ്പോൾ ഇവിടെ 50 യൂണിറ്റ് ഇവിടെ വന്നു. ഇതിന് നമുക്ക് എന്തായിട്ട് പറയാം, അബ്നോർമൽ ഗെയിൻ എന്ന് പറയാം. അപ്പോൾ യൂണിറ്റ് കോളം ബാലൻസ് ചെയ്ത് എവിടെയാണ് കൂടുതൽ അവിടെ കൂട്ടുക, അടുത്ത കോളത്തിലേക്ക് ഇടുക, ബാലൻസ് ചെയ്യുക. ഇവിടെ ബാലൻസ് വരികയാണെങ്കിൽ അത് അബ്നോർമൽ ലോസും, ഇവിടെ ബാലൻസ് വരികയാണെങ്കിൽ അബ്നോർമൽ ഗെയിനാണ്. ഇനി ഇതിനെ പറ്റി കൂടുതൽ നമുക്ക് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ പഠിക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിലൊരു ലോജിക്ക് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് നമുക്ക് ആലോചിക്കണം, ചിന്തിക്കണം. കാരണം എന്നാലാണ് കൃത്യമായിട്ടത് മനസ്സിലാവുള്ളൂ. കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പാനയുടെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതായത് നമ്മൾ 1000 യൂണിറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു, 5% ആണ് നോർമൽ ലോസ്. അപ്പോൾ 1000 പാന ഉണ്ടാക്കുമ്പോൾ നോർമലി 50 പാന ലോസ് വരാനുള്ള സാധ്യതയുണ്ട്, നോർമൽ ലോസ്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 50 പാന നോർമൽ ലോസ് ആണ്, ഔട്ട്പുട്ട് 900 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 50 യൂണിറ്റ് അഡീഷണൽ ലോസ് വന്നിട്ടുണ്ട്. ആ അഡീഷണൽ ലോസിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ 1000 യൂണിറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. ആ 1000 യൂണിറ്റ് ഇൻപുട്ടിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള നോർമൽ ലോസ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നോർമൽ ലോസ് അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള നോർമൽ ലോസ് 5% ആണ്. 1000ൻ്റെ 5% എന്ന് പറയുന്നത് 50 യൂണിറ്റ് ആണ് നോർമൽ ലോസ്. പക്ഷേ ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 900 യൂണിറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ഒരു 50 യൂണിറ്റ് അവിടെ കുറവ് വരുന്നുണ്ട്. അപ്പോൾ നോർമൽ ലോസിനേക്കാൾ അഡീഷണലായിട്ട് അല്ലെങ്കിൽ എന്താണ്, നോർമൽ ലോസിനേക്കാൾ കൂടുതലായിട്ടൊരു ലോസ് അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ ലോസിനെയാണ് എന്തായിട്ട് പറയുന്നത്, അബ്നോർമൽ ലോസ്. അതേ എക്സാമ്പിൾ തന്നെ പറയട്ടെ. ഒരു സമയത്ത് നമുക്ക് ഇൻപുട്ട് തന്നിട്ടുള്ള 1000 യൂണിറ്റ്സ്, നോർമൽ ലോസ് തന്നിട്ടുള്ള 5%. അപ്പോൾ 50 യൂണിറ്റ് ആണ് നമ്മുടെ നോർമൽ ലോസ് അല്ലേ. എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള എന്താണ്, യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 975 യൂണിറ്റ്സ് ആണ്, 975 യൂണിറ്റ് ആണ് അല്ലേ. അപ്പം അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ 975 യൂണിറ്റും 50 യൂണിറ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ 1025 യൂണിറ്റ്സ് വരും. മനസ്സിലായല്ലോ. അപ്പോൾ 1000 യൂണിറ്റ് ഇൻപുട്ട് നടത്തി നമ്മൾ. ഇതിനെന്താണ്, 5% ആണ് നോർമലി വരുന്ന നോർമൽ ലോസ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 5% ലോസ് 50 യൂണിറ്റ്സ് നമ്മൾ ബൈ സൈഡിൽ ക്രെഡിറ്റ് ചെയ്തു.
ദെൻ നമുക്ക് തന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 975 യൂണിറ്റ്സ് ആണ്. അത് നമ്മളവിടെ എഴുതി ടു നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞ് 975. ബാലൻസ് ചെയ്തപ്പോൾ എവിടെയാണ് കൂടുതൽ? ബൈ സൈഡിലാണ് കൂടുതൽ. കാരണം എന്താ? 975ഉം 50യും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 1025 യൂണിറ്റ്സ് അധികം വരുന്നു. അപ്പോൾ എവിടെ ബാലൻസ് വന്നു? ടു സൈഡിൽ ബാലൻസ് വന്നു. അപ്പോൾ അവിടെ 1025 യൂണിറ്റ് ഇൻപുട്ട് നടത്തി നമുക്ക് ഒരിക്കലും 1025 യൂണിറ്റ് കിട്ടില്ല. മനസ്സിലായല്ലോ? 1000 യൂണിറ്റ് ഇൻപുട്ട് നടത്തിയാൽ ഒരു കാരണവശാലും നമുക്ക് 1025 യൂണിറ്റ്സ് നമുക്ക് റിസീവ് ചെയ്യാൻ ഔട്ട്പുട്ട് വരില്ല, ഒരു കാരണവശാലും വരില്ല. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? അവിടെ സംഭവിച്ചിട്ടുള്ളത് നോർമൽ ലോസ് പ്രതീക്ഷിച്ചത്ര വന്നില്ല. 50 നോർമൽ ലോസ് നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ എത്രയേ വന്നുള്ളൂ? 25 യൂണിറ്റ് നോർമൽ ലോസ് വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ പല കാരണങ്ങളുണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞ ഡ്രോബാക്സ് ആണ്. പുവർ വർക്ക്മാൻഷിപ്പ്, അതുകൊണ്ടാണ് അബ്നോർമൽ ലോസ് വരുന്നത്. അതുപോലെ തന്നെ എഫിഷ്യൻസി, അല്ലേ? എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സ് വർക്ക് ചെയ്താൽ എന്തുണ്ടാവും? ഹൈ എഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ എന്തുണ്ടാവും? കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. ഹൈ ക്വാളിറ്റി റോ മെറ്റീരിയൽസ്, അല്ലേ? കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും. അതുപോലെ നമ്മളെന്ത് പറയുന്നു? നമ്മുടെ നോർമൽ ലോസ് കുറയുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച നോർമൽ ലോസ്, മുൻകൂട്ടി ഫോർകാസ്റ്റ് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടിട്ടുള്ള, ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള, ബഡ്ജറ്റ് ചെയ്തിട്ടുള്ള, ബഡ്ജറ്റിംഗ് നടത്തിയിട്ടുള്ള നോർമൽ ലോസ് പ്രതീക്ഷിച്ചത്ര വന്നില്ല. ആ എമൗണ്ടാണ് എന്തായിട്ട് വരുന്നത്? അബ്നോർമൽ ഗെയിൻ ആയിട്ട് വരുന്നു. അപ്പം നോർമൽ ലോസ്, പ്രതീക്ഷിച്ച നോർമൽ ലോസ് വരാതിരിക്കുകയും നോർമൽ ലോസിലേക്ക് പോകേണ്ട യൂണിറ്റുകൾ ഗുഡ് യൂണിറ്റ്സ് ആയിട്ട് മാറുകയും ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? അബ്നോർമൽ ഗെയിൻ വരുന്നു. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവും, ഈ നോർമൽ ലോസ് കുറച്ച് എഴുതിയാൽ മതിയില്ലേ? 50 യൂണിറ്റ് നോർമൽ ലോസ് എന്ന് പറയുന്നത് 25 യൂണിറ്റ് എഴുതിയാൽ മതിയില്ലേ? അത് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡെബിറ്റ്, എല്ലാ എക്സ്പെൻസും ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എഴുതി വയ്ക്കേണ്ടത് ബൈ നോർമൽ ലോസ് ആണ്. അത് അഡ്വാൻസ് ചെയ്ത് എഴുതി വയ്ക്കണം. ദെൻ ബൈ എന്താണ്? ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രോസസ് 2, അല്ലേ? എന്നിട്ട് ബാലൻസ് ചെയ്ത് കിട്ടുന്നത് ബൈ സൈഡിൽ ബാലൻസ്, ക്രെഡിറ്റ് സൈഡിൽ തന്നെയാണ് ബാലൻസ് വരികയെന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ലോസും, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരികയാണെങ്കിൽ അത് അബ്നോർമൽ ഗെയിനുമാണ്. അപ്പോൾ എന്താണ് അബ്നോർമൽ ഗെയിൻ? അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നിട്ടില്ലെങ്കിൽ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് നോക്കാം. അബ്നോർമൽ ഗെയിൻ അറൈസസ് വെൻ ദ ആക്ച്വൽ ലോസ് ഓഫ് പ്രോസസ് ഈസ് ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് ലോസ് ഓർമൽ ലോസ്, അല്ലെങ്കിൽ ഓർ നോർമൽ ലോസ്. അതായത് ആക്ച്വൽ ലോസ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ നോർമൽ ലോസിനേക്കാൾ കുറവാകുമ്പോൾ അതിനെയാണ് എന്തായിട്ട് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ മനസ്സിലാക്കുക. ഇനി അബ്നോർമൽ ഗെയിൻ കാണാനുള്ള ഇക്വേഷൻ താഴെ, വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ കുട്ടികൾ വിഷമിക്കേണ്ട. അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എങ്ങനെ കാണുന്നു? സെയിം ഇക്വേഷനാണ്, ഒരു മാറ്റമില്ല. അബ്നോർമൽ ഗെയിൻ ഈസ് ഈക്വൽ ടു പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഹോൾ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഹോൾ ഇൻറ്റു അബ്നോർമൽ ഗെയിൻ യൂണിറ്റ്സ്. ഇതാണ് വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ലോജിക്കലായിട്ട് നമ്മൾ കാണണം എന്ന് പറയുന്നത്. വലിയ കാര്യമില്ല, പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ലോജിക്ക് ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അബ്നോർമൽ ഗെയിൻ ഈസ് ആക്ച്വലി എ ഫോൾ ഇൻ ദ നോർമൽ ലോസ്. നോർമൽ ലോസ് കുറയുന്നതാണ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത്. Thus, there is a loss of income on account of less quantity of scrap available for sale. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? 1000 യൂണിറ്റ് ഇൻപുട്ട് നടത്തി 50 യൂണിറ്റ് നോർമൽ ലോസ് വരും. സ്വാഭാവികമായിട്ട് എത്രയാണ് ഔട്ട്പുട്ട് വരാൻ പാടുള്ളൂ? 950 യൂണിറ്റാണ് ഔട്ട്പുട്ട് വരാൻ പാടുള്ളൂ. അതിന് പകരം 975 യൂണിറ്റ്സ് ഔട്ട്പുട്ട് വന്നു, 975 യൂണിറ്റ് വന്നു. അതിൻ്റെ അർത്ഥം 25 യൂണിറ്റ് എന്ത് വന്നില്ല? നോർമൽ ലോസ് വന്നില്ല എന്നുള്ളതാണ്. 25 യൂണിറ്റ് നോർമൽ ലോസ് സംഭവിച്ചില്ല. ആ നോർമൽ ലോസ് 25 യൂണിറ്റ് സംഭവിച്ചില്ല എന്ന് പറയുന്നതാണ് അബ്നോർമൽ ഗെയിൻ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമൽ ലോസ് ആയിരുന്നെങ്കിൽ അതിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടാമായിരുന്നു. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് നഷ്ടം വന്നു. അപ്പോൾ അതുകൊണ്ട് അബ്നോർമൽ ഗെയിൻ മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഗെയിൻ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കില്ല. സ്ക്രാപ്പ് വാല്യൂ കിട്ടേണ്ടത് അത് അവിടേക്ക് തന്നെ നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ചെയ്യാം. അടുത്ത ഒരു ക്വസ്റ്റ്യനാണ്, അബ്നോർമൽ ഗെയിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് നോക്കാം. പേജ് നമ്പർ 335, ഇല്ലസ്ട്രേഷൻ 4 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. 1000 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ were introduced into process 1 at the rate of rupees 20 per unit.
Direct labor and overhead expenses amounted to rupees 6,000 and 5,000 respectively. Normal loss is estimated at 10% of the units put into the process. 10% normal loss. Scrap value of the lost unit is rupees 4 per unit. Full stop. The actual output of the process was 920 units. Actual output of the process was 920 units. Then prepare process 1 account, normal loss account ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ 3 അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കുന്നതോടുകൂടി കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ സൊല്യൂഷനിലേക്ക് പോവാം. ഇതൊരു നോർമൽ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അബ്നോർമൽ ലോസ് അല്ല, അബ്നോർമൽ ഗെയിൻ പഠിച്ചാറുകൊണ്ട് അബ്നോർമൽ ഗെയിൻ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ. നമ്മൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, നോർമൽ ലോസ് അക്കൗണ്ട് വരച്ചിട്ടുണ്ട്, പ്രോസസ് 1 അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊന്നും മാറ്റില്ല, സാധാരണ പോലെ തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എക്സ്പെൻസുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു പ്രോസസ് 1 അറ്റ് ദ റേറ്റ് ഓഫ് ₹20 പെർ യൂണിറ്റ്. ഏറെക്കുറെ സെയിം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് 2 മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് 1000 യൂണിറ്റ് ആണ്. ഒരു യൂണിറ്റിന് 20 രൂപ, 20,000. ഇനി ലേബർ, ഡയറക്റ്റ് ലേബർ എക്സ്പെൻസ് 6,000. അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓവർഹെഡ് എക്സ്പെൻസ് ആണ്. ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് പോലെയുള്ള വരുന്ന എക്സ്പെൻസ് ആണ് ഓവർഹെഡ് എക്സ്പെൻസസ്. 5,000, 5000. ഇനി വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എക്സ്പെൻസൊക്കെ ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബൈ സൈഡിൽ ബൈ നോർമൽ ലോസ്. മിക്കവാറും നോർമൽ ലോസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ വരാം, പക്ഷേ എക്സാമിനൊക്കെ മിക്കവാറും നോർമൽ ലോസ് ഉണ്ടാവും. കുട്ടികളത് നോക്കുക. നോർമൽ ലോസ് എന്ന് പറയുന്നത് 10% ആണ്. അപ്പോൾ ഞാൻ നേരത്തെ എഴുതിയ പോലെ എഴുതുന്നില്ല. 10% ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, അല്ലെങ്കിൽ എഴുതാം. ഇതിൻ്റെ 10% ഇൻപുട്ടിൻ്റെ. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ 10%. അപ്പോൾ 1000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 100 യൂണിറ്റാണ്. നോർമൽ ലോസ് യൂണിറ്റ് ഇവിടെ എഴുതി. യൂണിറ്റ് എഴുതിയ വശം പിന്നെ ചെയ്യേണ്ടത് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. സ്ക്രാപ്പ് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റ്സ് ₹4 പെർ യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ 400 ആണ് സ്ക്രാപ്പ് വാല്യൂ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് 920 യൂണിറ്റ്സ് ആണ്. അപ്പോൾ കുറച്ച് ഇറക്കി ഏറ്റവും താഴെയായിട്ട് വരുന്ന രീതിയിൽ എന്താണ് പ്രോസസ് 2 അക്കൗണ്ട്. ഇത് 2 അക്കൗണ്ട് തന്നെ എഴുതണമെന്നില്ല, നമുക്ക് എന്താണോ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ പ്രോസസ് 2 എന്ന് എഴുതിയത്. പ്രോസസ് 2 അക്കൗണ്ട് 920 യൂണിറ്റ്സ്, 920 യൂണിറ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, 2 സൈഡും ഈക്വലായിട്ട് വരയ്ക്കുക. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഏത് സൈഡാണ് കൂടുതൽ അവിടെ എടുക്കുക, അവിടെ ടോട്ടൽ ചെയ്യുക. അതിന് ബാലൻസിങ് പഠിച്ച അതേ മെത്തേഡ് ഉണ്ട്, അതിൽ യാതൊരു മാറ്റമില്ല. ഇപ്പോൾ ഇവിടെ 1000 ഉണ്ട്, അവിടെ എത്രയാണ് വരുന്നത്, 1020 ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ, അപ്പോൾ ഇവിടെ കൂട്ടി എഴുതുക 1020. അതന്നെ പുറത്തേക്ക് എടുത്ത് എഴുതുക 1020. അപ്പോൾ ഇവിടെ ഒരു 20 യൂണിറ്റ് അധികം വരുന്നു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, അബ്നോർമൽ. ഇതാണ് അബ്നോർമൽ ഗെയിൻ. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇവിടെ എഴുതിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട്പുട്ടിൻ്റെ വാല്യൂവിലേക്ക് പോകാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ആദ്യം അബ്നോർമൽ ഗെയിനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് അബ്നോർമൽ ലോസിൻ്റെ വാല്യൂ എങ്ങനെയാണോ കണ്ടുപിടിക്കുന്നത് അതേപോലെയാണ്, യാതൊരു മാറ്റവും ഇല്ല.
അപ്പോൾ എങ്ങനെയാണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ കോസ്റ്റ് എങ്ങനെയാണ്? അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് ടോട്ടൽ ചെയ്യാതിരുന്നത്. അപ്പോൾ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ചെയ്യാതിരിക്കുക. എന്താ കാരണം? ഇപ്പോൾ ഇവിടെ ടോട്ടൽ ചെയ്തിട്ട് ഇത് എഴുതാൻ പറ്റില്ല. കാരണം ഈ അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ട് വേണമെങ്കിൽ ടോട്ടൽ ചെയ്യാം. പക്ഷേ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ആഡ് ചെയ്താൽ മതി. 26ഉം 31 അല്ലേ? അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് 31,000. ഇതാണ് പ്രോസസ്സിൻ്റെ കോസ്റ്റ്. എന്താ കാരണം? എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്യാം. 31,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ എത്രയാ? 400 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് യൂണിറ്റ്സ് എത്രയാ? 1000 മൈനസ് നോർമൽ ലോസ് എത്രയാ? 100 ഹോൾ ഇൻറ്റു അബ്നോർമൽ ലോസ് ഗെയിൻ എത്രയാണ്? 20. അപ്പോൾ ഇവിടെ അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഗെയിൻ്റെ എഴുതുക, ലോസ് ആണെങ്കിൽ ലോസ് എഴുതുക. ഇതിൽ മാറ്റില്ല കേട്ടോ. അപ്പോൾ 31,000-ൽ നിന്ന് നമുക്ക് കുറയ്ക്കേണ്ടത് എത്രയാണ്? 400 ആണ്. അപ്പോൾ 30,600 ഡിവൈഡഡ് ബൈ 900 ഹോൾ ഇൻറ്റു 20. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 680 680 രൂപ. 680 രൂപ. അപ്പോൾ അത് ഇവിടേക്ക് എഴുതുക. 680 എഴുതി 31,680 അതന്നെ അപ്പുറത്തേക്ക് എഴുതുക. 31,680. ഇനി ബാലൻസ് ചെയ്യുക. അപ്പം 31,280. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടി. മനസ്സിലായോ? അപ്പോൾ അബ്നോർമൽ ഗെയിൻ ആയാലും അബ്നോർമൽ ലോസ് ആയാലും അത് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ സെയിം ആണ്. കുട്ടികൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടി, അവിടെ എഴുതി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ കിട്ടി. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് പ്രോസസ് 2ലേക്കുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? അതിൽ ബ്രാക്കറ്റിൽ അതിൻ്റെ പെർ യൂണിറ്റ് വാല്യൂ എഴുതി വെക്കാം. ഇത് കുട്ടികൾ വർക്കിംഗ് നോട്ടിൽ ചെയ്യാട്ടോ. ഞാനിത് മാച്ച് കളയാണ്. എത്ര യൂണിറ്റ് ആണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത് വർക്കിംഗ് നോട്ട് അല്ലെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാം. എത്രയാണ്? 34 പെർ യൂണിറ്റ്. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ യൂണിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ അബ്നോർമൽ ഗെയിൻ ആണ്. ഇനി അടുത്ത ഒരു കാര്യം വളരെ ശ്രദ്ധിക്കാനുള്ള ടോപ്പിക്കാണ്. ഇവിടെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക കുട്ടികൾ. ഈ അബ്നോർമൽ ഗെയിൻ 20 എങ്ങനെയാണ് വരുന്നത്? 1000 യൂണിറ്റ് ഇൻപുട്ട് നടത്തിയിട്ട് ഒരു കാരണവശാലും 1020 യൂണിറ്റ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അതിന് ടോട്ടല് നോർമൽ ലോസ് കഴിച്ച് 920 കിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച നോർമൽ ലോസ് വന്നിട്ടില്ല. അതായത് 100 യൂണിറ്റ് പ്രതീക്ഷിച്ചു, പക്ഷേ 80 യൂണിറ്റാണ് നോർമൽ ലോസ് വന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം നോർമൽ ലോസ് യൂണിറ്റ് എന്ത് ചെയ്തു? നോർമൽ ലോസ് ഇല്ലാതാവുകയും അത് അബ്നോർമൽ ഗെയിൻ ആയിട്ട് വരികയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഈ 20 യൂണിറ്റ് മുഴുവനായിട്ട് 680 രൂപ മുഴുവനായിട്ടും പ്രോഫിറ്റായിട്ട് മാറ്റാൻ പറ്റില്ല. കാരണം ഇത് ഗെയിൻ അല്ലാതെ ഇത് നോർമൽ ലോസ് ആണെങ്കിൽ ഇവിടെ ഇപ്പോൾ 80 യൂണിറ്റേ ഉള്ളൂ അല്ലേ? നമുക്കതവിടെ എഴുതാൻ പറ്റില്ല. ഇവിടെ 20 യൂണിറ്റ് നമ്മൾ നോർമൽ ലോസ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ തന്നെ ഒരു യൂണിറ്റിന് 4 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അപ്പോൾ എത്രയാണ്? 80 രൂപ നമുക്ക് കിട്ടാൻ സാധ്യത അല്ലെങ്കിൽ കിട്ടുമായിരുന്നു. ആ എമൗണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇവിടെ സാധാരണ പോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ടു പ്രോസസ് പണ്ണക്കം, ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എത്രയാണ്? 100 യൂണിറ്റ് 400 രൂപ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബൈ ഈ 100 യൂണിറ്റ് നമുക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിലെ 20 യൂണിറ്റാണ് ഇവിടെ ഇരിക്കുന്നത് അബ്നോർമൽ ഗെയിൻ ആയിട്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ബൈ അബ്നോർമൽ ഗെയിൻ. ഈ 100 യൂണിറ്റ് നോർമൽ ലോസ് വരുന്നതിന് പകരം അതിൽ നിന്ന് 20 യൂണിറ്റ് മാറി എന്തായി? അബ്നോർമൽ ഗെയിൻ ആയിട്ട് മാറി. അപ്പോൾ ബൈ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 20 യൂണിറ്റ് നമുക്ക് സ്ക്രാപ്പ് വില എത്രയാണ്? 4 രൂപ. അപ്പോൾ 80 രൂപ. ദെൻ ബാക്കിയുള്ള യൂണിറ്റ് എന്താണ്? സെയിൽ ചെയ്തു. ബാക്കി എത്ര യൂണിറ്റ് ഉണ്ടാവും? ബൈ ക്യാഷ്
സ്ക്രാപ്പ് സെയിൽ ബൈ ക്യാഷ് എത്ര യൂണിറ്റാ? 80 യൂണിറ്റ് 4 രൂപ വെച്ച് 320 കഴിഞ്ഞു. അപ്പോൾ ഇത് പലരും തെറ്റിക്കുന്നൊരു കാര്യമാണ്. 100 യൂണിറ്റ് 400 രൂപ, 100 യൂണിറ്റ് 400 രൂപ. ഇത് പലരും തെറ്റിക്കുന്നൊരു കാര്യമാണ്. ഇത് എഴുതാൻ വിട്ടുപോകും. എന്നിട്ട് 100 യൂണിറ്റ് സ്ക്രാപ്പായിട്ട് വിൽക്കും. നമ്മൾ 100 യൂണിറ്റ് സ്ക്രാപ്പായിട്ട് വിൽക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം 20 യൂണിറ്റ് സ്ക്രാപ്പിൽ നിന്ന് എവിടേക്ക് പോയി? അബ്നോർമൽ ഗെയിനിലേക്ക് പോയി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി അതിൽ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ സാധാരണ പോലെ തന്നെ എഴുതാം. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് എഴുതുന്ന സമയത്ത് അബ്നോർമൽ ഗെയിൻ എവിടെയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ജനറൽ എൻട്രി പറഞ്ഞു നോക്കുക. ബൈ പ്രോസസ് 1 അക്കൗണ്ട് എന്ന് പറഞ്ഞ് 20 യൂണിറ്റ് 680 ഫുൾ വാല്യൂവിലാണ് അതിന് വാല്യൂ ചെയ്യുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ 20 യൂണിറ്റിന് 680 രൂപ നമുക്ക് മുഴുവനായിട്ടും പ്രോഫിറ്റായിട്ട് കാണിക്കാൻ പറ്റില്ല. കാരണം ഈ 20 യൂണിറ്റ് ഗെയിൻ ആയില്ലായിരുന്നെങ്കിൽ അത് നോർമൽ ലോസ് ആകുമായിരുന്നു, അല്ലേ? നോർമൽ ലോസ് ആയാൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 80 രൂപ കിട്ടുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നോർമൽ ലോസിലേക്ക് മാറ്റിയിട്ടുള്ള അത് എഴുതുക. ടു നോർമൽ ലോസ് അക്കൗണ്ട്. ഈ ജേർണൽ എൻട്രി ആണ്. ടു നോർമൽ ലോസ് അക്കൗണ്ട്. എത്ര യൂണിറ്റാണ്? 20 യൂണിറ്റ് 80 രൂപയിൽ. ദെൻ ഇനി ബാലൻസ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞു. ഇരുപത് 680. അത് തന്നെ അവിടേക്ക് എഴുതുക. 20 680. അപ്പോൾ ഒരു 600 രൂപ ബാലൻസിങ് ഫിഗർ വരും. അതെന്ത് ചെയ്യുക? അത് പ്രോഫിറ്റാണ്. അതെന്ത് ചെയ്യുക? കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. 600 രൂപ പ്രോഫിറ്റ് ആയതുകൊണ്ട് കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് മാറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അബ്നോർമൽ ഗെയിൻ്റെ യൂണിറ്റ്സ് കാണുകയെന്ന് പഠിച്ചു. രണ്ടാമത് അതിൻ്റെ വാല്യൂ കാണുക എങ്ങനെയാണെന്ന് പഠിച്ചു. വാല്യൂ അപ്ലൈ ചെയ്തു. ദെൻ വാല്യൂ അപ്ലൈ ചെയ്തിട്ടാണ് ബാലൻസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോസസ് 2ലേക്ക് പോകുന്ന 920 യൂണിറ്റിൻ്റെ വില മനസ്സിലായത്. 31,280 ആണെന്ന് ബാലൻസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്. ദെൻ എന്ത് ചെയ്യുന്നു? നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നു. നോർമൽ ലോസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ 100 യൂണിറ്റ് നോർമൽ ലോസ് നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് പകരം നമുക്ക് കിട്ടിയത് എത്രയാണ്? 80 യൂണിറ്റാണ്. ബാക്കി 20 യൂണിറ്റ് നോർമൽ ലോസ് ആവാതെ എവിടേക്ക് പോയി? അബ്നോർമൽ ഗെയിനിലേക്ക് പോയി. അപ്പോൾ ആ യൂണിറ്റ് പോയ യൂണിറ്റ് നമ്മൾ കുറച്ചു, അതിൻ്റെ വാല്യൂവും കുറച്ചു. ബാക്കിയുള്ളത് നമുക്ക് സ്ക്രാപ്പിലേക്ക് നമ്മൾ വിറ്റു. 80 യൂണിറ്റിന് 320 രൂപ കിട്ടി. അടുത്ത അബ്നോർമൽ ഗെയിനിലാണ്. അബ്നോർമൽ ഗെയിനിൽ നിന്ന് എന്താണ്? 20 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്തു? നോർമൽ ലോസ് ആണ് ആ 20 യൂണിറ്റ്. അത് ആ റേറ്റിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അത് പ്രോഫിറ്റായിട്ട് കൂട്ടാൻ പറ്റില്ല. ദെൻ ബാക്കിയുള്ള 600 രൂപ നമ്മുടെ റിയൽ പ്രോഫിറ്റാണ്. റിയൽ പ്രോഫിറ്റ് എവിടേക്ക് മാറ്റി? കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് മാറ്റി.